ഹായ്, എൻ്റെ പേര് അലക്സ് ജി ജെയിംസ് എന്നാണ്. ഞാൻ ഫ്ലൈ വേൾഡ് മൈഗ്രേഷനെ പറ്റി സംസാരിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ആക്ച്വലി എനിക്ക് ഫ്ലൈ വേൾഡിനെ പറ്റി ഞാൻ അറിയുന്നത് ഒരു അഡ്വർടൈസ്മെന്റ് ത്രൂ ആണ്. എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് വഴിയൊന്നുമല്ല. ആക്ച്വലി ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആർജെ മാത്തുക്കുട്ടിയുടെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു. അപ്പോൾ 2-3 തവണ അത് കണ്ടു. അപ്പം എനിക്കെന്തോ പിന്നെ ഫ്ലൈ വേൾഡിന്റെ വെബ്സൈറ്റ് ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ജെന്യൂൻ ആയിട്ട് തോന്നി. എനിക്ക് ഓസ്ട്രേലിയയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, അപ്പോൾ എന്തായാലും പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഫ്ലൈ വേൾഡ് ത്രൂ ചെയ്യത്തുള്ളൂ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് പഠിക്കാൻ MSc പഠിക്കാൻ വേണ്ടി അയർലൻഡിൽ പോയി. അവിടെയും കുറേ ഏജൻസിയും എനിക്കറിയാവുന്ന ഫ്രണ്ട്സും കുറേ ഫാമിലികളും ഒക്കെ മൈഗ്രേറ്റ് ചെയ്ത് ഓസ്ട്രേലിയക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ കോഴ്സ് കഴിഞ്ഞ് കുറച്ച് നാളോടെ ജോലി എടുത്തു. പിന്നെ എനിക്ക് എന്തായാലും സെറ്റിൽ ആവാനൊന്നും താല്പര്യമില്ല. അപ്പോൾ ഓസ്ട്രേലിയയിൽ സെറ്റിൽ ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയക്ക് പോകണമെന്ന് തീരുമാനിച്ചു. അപ്പം സമയത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഫ്ലൈ വേൾഡ് കോൺടാക്ട് ചെയ്തു ഫ്ലൈ വേൾഡിനെ. അപ്പം എനിക്ക് കോൺടാക്ട് ചെയ്തപ്പോൾ കിട്ടിയത് മേബിൾ മാഡമിനെ ആയിരുന്നു. മേബിൾ മാഡം കാര്യങ്ങളൊക്കെ ഡീസെന്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് നല്ല വിത്ത് പ്രിസൈസ് എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. അങ്ങനെ അവസാനം അത് ഞാൻ എന്ന് വെച്ചാൽ അതോർത്ത് തന്നെ അപ്പോഴേ ഞാൻ എല്ലാം പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങാമെന്ന് റെഡിയാക്കി. അങ്ങനെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും എല്ലാം എന്ന് വെച്ചാൽ ജെന്യൂൻ മാറ്ററും എന്ന് വെച്ചാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നല്ല ക്രെഡിബിലിറ്റിയോടെയാണ് സംസാരിക്കുന്നത് എനിക്ക് ഫീൽ ആയത്. അപ്പം ഞാൻ അങ്ങനെ പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങി. ആദ്യത്തെ പേയ്മെന്റ് ചെയ്തു. പിന്നെ പെട്ടെന്ന് ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതി. അങ്ങനെ നല്ല റിസൾട്ട്സ് കിട്ടി. പിന്നെ എൻ്റെ കേസ് ഓഫീസർ ഫവാസ് സർ ആയിരുന്നു. ഫവാസ് സർ ത്രൂ എൻ്റെ സ്കിൽ അസസ്മെന്റ് ഡോക്യുമെന്റേഷൻ ഒക്കെ നടന്നു. എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പോയി. ഞാൻ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ ഓരോ അപ്ഡേറ്റ്സ് ചോദിക്കുമ്പോൾ ഈ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ചെയ്യേണ്ടത്, എവിടെ എന്ന് വെച്ചാൽ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് റെഫർ ചെയ്യേണ്ടത്, എല്ലാം എനിക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. ഞാൻ ക്ലിയർ ആയിട്ട് ചെയ്തു. സ്കിൽ അസസ്മെന്റ് ഫാസ്റ്റ് ട്രാക്ക് ചെയ്തു. എല്ലാം എനിക്ക് ഫവാസ് സാറാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പം കൂടെ റിനു മാമും ഉണ്ടായിരുന്നു. പിന്നെ മേബിൾ മാഡമായിരുന്നു ആദ്യം എനിക്ക് ഏറ്റവും ഫസ്റ്റ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് പറഞ്ഞു തന്നെ. ഫവാസ് സാറിന്റെ ഡോക്യുമെന്റേഷൻ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് സാറിനോട് എന്ത് ചോദിച്ചാലും സാർ എൻ്റെ കേസ് ഓഫീസർ ആയിരുന്നു. സാർ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ എനിക്കതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അപ്പം ഇപ്പം എൻ്റെ സ്കിൽ അസസ്മെന്റ് വന്ന് പോസിറ്റീവ് ഔട്ട്കം വന്നിരിക്കുകയാണ്. വിതിൻ 14 ഡേയ്സിലാണ് എനിക്ക് വന്നത്. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. ഫാസ്റ്റ് ട്രാക്ക് ചെയ്താലും 60 ഡേയ്സ് ത്രൂ കാണിക്കുന്നത്. പക്ഷെ 14 ഡേയ്സിൽ എനിക്ക് വന്നു. ഐ എം റിയലി ഹാപ്പി. എന്തായാലും ഞാൻ ഫ്ലൈ വേൾഡിൽ എല്ലാവർക്കും റെഫർ ചെയ്യും. എന്തായാലും ഞാൻ 100% ഹാപ്പിയാണ്. ഇനി എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടാനുണ്ട്. എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അയക്കണം. പിന്നെ വിസ പരിപാടികൾ എല്ലാം നന്നായിട്ട് നടക്കുമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. താങ്ക് യു.